ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഞാൻ ഒരു ചെറിയ വീഡിയോ, ഒരു അപ്ഡേറ്റ് കിട്ടിയപ്പോൾ, ഒരു ചെറിയ സന്തോഷ വാർത്ത കേട്ടപ്പോൾ നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ അയച്ചു വന്നാണ്. നമ്മൾ എമ്പുരാന്റെ മുന്നേ ചെയ്ത ഒരുപാട് വീഡിയോസിൽ നമ്മളെ എമ്പുരാൻ ഇഷ്യൂസും നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ന്യൂസ്, അതൊരു ന്യൂസ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. എന്നാൽ പോലും ഒരു ചെറിയ സന്തോഷ വാർത്ത ഒരു ന്യൂസ് ആയിട്ട് കേട്ടപ്പോൾ ഞാനത് നിങ്ങളായിട്ട് ഷെയർ അയച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. വേറെ ഒന്നുമില്ല, നമ്മൾ ധരിച്ചിരുന്ന പോലെ തന്നെ ഏറെക്കുറെ അതിൽ കാര്യങ്ങളൊക്കെ സത്യം തന്നെ ആയിരുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദമായിട്ടുണ്ടായ ചില ബിസിനസ് പരമായ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടാണ് ഇപ്പൊ ഈ പ്രൊമോഷൻ കാര്യങ്ങളും എംബ്രാൻഡ് ന്യൂസും ഒന്നും നമ്മൾ കേൾക്കാത്തതെന്നാണ് അറിയാൻ പറ്റുന്നത്. കാരണം നമുക്കറിയാം, ലൈക്ക പ്രൊഡക്ഷൻസ് അതില് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷം എന്തായിരുന്നു വെച്ചാൽ, ഇത്ര വലിയൊരു സിനിമയ്ക്ക് ഒരു താങ്ങായിട്ട് ആശീർവാദിന്റെ കൂടെ അവരുണ്ട് എന്നുള്ളായിരുന്നു. എന്നാൽ ലൈക്ക പ്രൊഡക്ഷൻസ് സംബന്ധിച്ചോളം അവര് ഭയങ്കരമായിട്ട് ഒരു ബിസിനസ് ലോസിലാണ്. നിങ്ങൾക്ക് അവരുടെ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ സിനിമകൾ എടുത്താൽ മനസ്സിലാവും. ഇപ്പം വിടാമുയർച്ചി പോലും എത്രയോ കോടി രൂപയുടെ നഷ്ടത്തില് ഒരുപാട് സിനിമകൾ തുടരെ വൻ പരാജയം സംഭവിച്ചപ്പോൾ ഏതൊരു പ്രൊഡക്ഷൻ കമ്പനിക്കും അല്ലെങ്കിൽ ഉണ്ടാവുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങളും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന അവര് ആശീർവാദിനോട്, കാരണം ഈ സിനിമ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 85 crore ആശീർവാദിനോട് ചോദിച്ചതായിട്ട് അറിയാൻ സാധിക്കുന്നത്. സോ അതിനുശേഷം നമ്മൾ ഇതിനു മുമ്പ് കുറെ ന്യൂസുകൾ കേട്ടിരുന്നു. ആശീർവാദ്, ഈ യാഷ്രാജ് ഫിലിംസ് പോലുള്ള, ഹോം പാല ഫിലിംസ് പോലുള്ള ഇവരെയൊക്കെ പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ സമീപിച്ചിരുന്നു. ഒരു ജോയിന്റ് വെഞ്ചറിന് വേണ്ടിയിട്ട് സമീപിച്ചിരുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം, ബിസിനസ് പരമായ ഈ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് എന്താ വെച്ചാൽ, നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് മരക്കാറിലൊക്കെ ആശീർവാദിന് കൂടെ ഉണ്ടായിരുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് ആശീർവാദിന് കൂടെ ചേർന്നിട്ട് ഇനി അങ്ങോട്ട് എമ്പുരാന്റെ കൂടെ. അപ്പൊ ഇതൊരു ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ്. ഇപ്പം കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇന്നായിട്ടുണ്ടെങ്കിൽ നമുക്കുടനെ തന്നെ നമ്മുടെ ഇതിന്റെ പ്രൊമോഷൻ പരിപാടികളും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇന്ന് മുതലെങ്കിലും അറിയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇന്ന് മുതലെങ്കിലും അവർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയും ന്യൂസുകളൊക്കെയാണ് വരുന്നത്. കാരണം അടുത്തതായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ട്രെയിലറാണ്. ട്രെയിലർ ലോഞ്ച് ഒരു ഇവന്റ് ആയിട്ട് ചെയ്യുമെന്നുള്ള ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ട്രെയിലർ ലോഞ്ച് ഇവന്റ് ഇല്ലെങ്കിലും ട്രെയിലർ ഉടനെ തന്നെ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇത് സോർട്ടഡ് ആയണമെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇതിലേക്ക് ഇന്നായിട്ട് എല്ലാ പ്രോബ്ലംസും സോർട്ടഡ് ആണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഇന്ന് മുതൽ തന്നെ അടുത്ത പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കാണാനും അറിയാനും പറ്റുന്നതാണ്. മാത്രമല്ല, പൃഥ്വിരാജ് ഓൾറെഡി രാജമൗലിയുടെ മൂവിയിൽ, നിങ്ങൾക്കറിയാം, മഹേഷ് ബാബുമായിട്ട് രാജമൗലി ചെയ്യുന്ന ഇന്ത്യയിൽ വരുന്ന ഏറ്റവും വലിയ സിനിമ, അതില് വില്ലൻ ക്യാരക്ടറിൽ പൃഥ്വിരാജ് അഭിനയിക്കുന്നു എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. സോ അതിൽ ഓൾറെഡി അങ്ങനെ പോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ പൃഥ്വിരാജ് ഒരു 2 weeks ഗ്യാപ്പ് എടുത്തിട്ട് എമ്പുരാന്റെ പ്രൊമോഷൻ പരിപാടികൾക്കായിട്ട് കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ലാലേട്ടനും കുറച്ച് ട്രാവലിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അദ്ദേഹവും ഒരു 10-12 ദിവസം എമ്പുരാന്റെ പ്രൊമോഷൻ പരിപാടികൾക്കായിട്ട് മാറ്റി വെച്ചിട്ട് കേരളത്തിലേക്ക് വരുന്നു എന്നുള്ള അങ്ങനത്തെ കുറച്ച് റിപ്പോർട്ടുകളും കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു ഇന്ന് മുതൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നാളെ മുതലെങ്കിലും ഇതിന്റെ ഒരു അപ്ഡേറ്റോ പ്രൊമോഷൻ പരിപാടികളോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് അറിയാൻ പറ്റും. ട്രെയിലർ ലോഞ്ചിന്റെ ഒരു അപ്ഡേറ്റോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിയാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ചെറിയ വീഡിയോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.